தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே இத்தனை நாளாக இன்னும் நான் பாராமல். அம்மா படவலத்து இந்த சாயங்காலம் தான் வருவீங்கன்னு சொல்லிட்டு என்னாச்சு? வேலைக்காரலாம் வரலையா? வேலைக்காரோடൊക്കെ പൊക്കോളാൻ പറഞ്ഞു. அது என்ன 2-3 நாள் வேலை இருக்குன்னு தானே சொன்னீங்க, எதுக்கு போக சொன்னீங்க? 2-3 ദിവസത്തെ പണിയുണ്ട്, പക്ഷെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞോ? അതെന്തൊരു അമ്മൂമ്മ? അമ്മൂമ്മ എവിടെ നിന്ന് വലിയ കാര്യത്തിൽ പോയതല്ലേ? അവിടെ എന്തോ കണ്ടെന്ന് പറഞ്ഞു. അച്ചി അമ്മൂമ്മ എന്തുട്ടി? എന്തൊരു അമ്മ വരണേ? എന്നമാച്ച് சொல்லுங்களே. അമ്മൂമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അമ്മൂമ്മ അമ്മ വല്ലപ്പോഴും അല്ലേ പടവലത്ത് പോന്നേ? അമ്മ ലളിതാന്റിയായിട്ട് വഴക്കിട്ടോ? ഒന്ന് പോകച്ചേ, ഞാൻ എന്തോ പടവലത്ത് പോന്ന വഴക്കിടാനാണോ? സൗണ്ടും പോയല്ലേ? അമ്മൂമ്മ കാര്യം പറ അമ്മൂമ്മ. சொல்லுங்கம்மா. കാര്യം പറയാമേ. ഞാനിവിടുന്ന് പോയപ്പോ എല്ലാവരുടെയും ജാതകം കൊണ്ടല്ലേ പോയത്. ഓ ஆமா, நீங்க முன்னா நேத்தே ஜோல்சர்ட்ட கொடுத்தீங்கன்னு சொன்னாங்க. என்னாச்சு, அவரு பார்க்கவே இல்லையா? എല്ലാവരുടെയും ജാതകം നോക്കി, എല്ലാവരുടെ ജാതകവും നല്ല ജാതകമാണ്. പ്രത്യേകിച്ച് പാറുവിന്റെ കെങ്കേമോ ആണെന്നാ ജോത്സ്യര് പറഞ്ഞു. ഓ, അമ്മൂമ്മയ്ക്ക് അത് കേട്ടപ്പോ സന്തോഷമായി കാണും, അതുകൊണ്ടാണോ കരയുന്നേ? അതെന്തോ പറയില്ല കേട്ടാ, ആനന്ദിന്റെ ആശ്രമം. ആനന്ദിന്റെ ആശ്രമോ? നീ ആനന്ദാശ്രമമാണോ ഉദ്ദേശിച്ചേ? സന്തോഷ കണ്ണീര്. എല്ലാവരുടെയും ജാതകം നോക്കിയതിന് ശേഷമാ സിദ്ധുവിന്റെ ജാതകം നോക്കിയത്. ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുക. നിങ്ങളിതിപ്പോ തൽക്കാലം ലച്ചുവിനോട് പറയാൻ നിക്കല്ലേ. ലച്ചോട് പറയാത്ത എന്ത് കാര്യം? പറയണ്ട, അത് തന്നെ. എന്തെന്നാ എന്താ വരും? നമ്മള് ഇങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മൂമ്മ അവിടെ പടവലത്ത് പോയപ്പോ ലളിതാന്റിയായിട്ട് എന്തോ അടി ഉണ്ടാക്കി എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അമ്മൂമ്മ? എന്തോന്ന് അമ്മൂമ്മേ, വല്ലപ്പോഴുമാണ് പടവലത്തേക്ക് പോകുന്നത്, എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കുന്ന. കരയണ അമ്മൂമ്മ എന്തിനാ കരയടാ? ഇനി ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മൂമ്മ പോട്ടെ അമ്മൂമ്മ. ഈ ജാതകം നമ്മൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കേസൊന്നും അല്ല, വിട്ടേക്ക് പോട്ട്. ഓ, അമ്മൂമ്മ ജാതകം കൊണ്ടാണല്ലേ പോയത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാക്കിയേ. ആ ജോത്സ്യ ജാതകം നോക്കി വല്ല നെഗറ്റീവും പറഞ്ഞു കാണും. ആണോ അമ്മൂമ്മേ? എന്റെ അമ്മൂമ്മേ, ഈ ജ്യോതിഷം എന്ന് പറയുന്നതേ നാളിനെ ചുറ്റിപ്പറ്റിയും ഗ്രഹത്തിനെ ചുറ്റിപ്പറ്റിയൊക്കെ പറയുന്നതല്ലേ. ഇത് സത്യമാണോ മിഥ്യാണെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. അമ്മൂമ്മ അത് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാരെ പറയണ കേട്ടിട്ടില്ലേ, ജ്യോതിഷം എന്ന് പറയുന്ന സംഭവം സത്യമാണ്, പക്ഷെ ഇത് നോക്കണം ജ്യോത്സ്യന്മാര് കള്ളന്മാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അയ്യോ, കൊച്ചകൃഷ്ണൻ ജോത്സ്യൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ജ്യോതിഷ രത്ന പട്ടം കിട്ടിയിട്ടുള്ള ആളാ. എന്തുമാത്രം ജാതകം അവിടെ ഇരിക്കുന്നതെന്നറിയാവോ? നമ്മളോടുള്ള അടുപ്പം കൊണ്ടാണ് നമ്മുടെ അത് പെട്ടെന്ന് നോക്കി തന്നത്. ആട്ടെ, സമ്മതിച്ച്. ഇപ്പൊ ആകെ ജാതകം നോക്കിയിട്ടാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സിദ്ധുവിനെ അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോകണം. സിദ്ധുവിന്റെ പേര് വഴിപാടുകളൊക്കെ നടത്തണം. അമ്പലത്തിലും കൊണ്ടുപോകാൻ വഴിപാട് നടത്താം. ജോത്സ്യൻ എന്താ പറഞ്ഞേന്നൊന്ന് പറ. നീ സിദ്ധുവിനെ വിഷമിപ്പിക്കരുത്. സിദ്ധുവിന്റെ ഗ്രഹസ്ഥിതി ശരിയല്ല. ഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിലല്ലയോ നിൽക്കേണ്ടുന്നത്, എല്ലാം അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധനും ശനിയും ഒന്നും നേരെയല്ല നിൽക്കുന്നത്. കർമാധിപനായ വ്യാഴത്തിനും ബലമില്ല. ലച്ചു മോളെ, സിദ്ധുവിനെ ശ്രദ്ധിച്ചോണേ. സിദ്ധുവിന് ദീർഘായുസില്ലെന്നാ ജോത്സ്യര് പറഞ്ഞത്. ഹലോ, അരി പറടാ. ഞാനൊന്ന് വാഴക്കാല വരെ പോവാം. എടാ, നമ്മുടെ കൊച്ചു വിഷൻ ജോത്സ്യന് ഒരു അബദ്ധം പറ്റി. എടാ, നമ്മുടെ പടവലത്തുള്ള ഭവാനിയമ്മയില്ലേ, ഭവാനിയമ്മയുടെ കൊച്ചുവൻ സിദ്ധാർത്ഥൻ, അവൻ്റെ ജാതകത്തിന് പകരം മൂവാറ്റുപുഴയുള്ള സിദ്ധാർത്ഥൻ്റെ ജാതകത്തിൻ്റെ ഫലം പറഞ്ഞു. ആ ഭവാനിയമ്മയുടെ വീട്ടിൽ പോയിട്ട് അതൊന്ന് തിരുത്തി പറയണം. അങ്ങോട്ട് പോവുക.
ഇങ്ങനെ കരയാതെ. പോട്ട് 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 കണ്ണങ്ങത്ര കണ്ണ് തൊടോ. ചിലപ്പം അളിയന്റെ ഈ തെറ്റിയിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ നേരെ വന്നാലോ? മിണ്ടാരിയടാ. വ്യാഴം പുള്ളിയൊക്കെ ശരിയാവും ചിലപ്പോ. കേശുവേ, ഓ, ശരിക്കും അമ്മൂമ്മ പറഞ്ഞ ഈ ജോത്സ്യൻ അത്രയ്ക്ക് അടിപൊളിയാണ്. സംഭവം പുള്ളി അത്യാവശ്യം പണിയറിയുന്ന കൂട്ടത്തിലാണ്. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. അല്ല അങ്ങനല്ല, ഞാൻ പറഞ്ഞതാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടേ അന്ന് നമ്മള് വീടിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോ നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്ന, അമ്മൂമ്മ ജസ്റ്റ് ഒന്ന് ജോത്സ്യത്തിന്റെ പോയി ചോദിക്കോ ഇതെല്ലാം ചെയ്യുമോന്ന്. അന്ന് അമ്മൂമ്മ പോയില്ലേ, അത് ഈ ജോത്സ്യന്റെ അടുത്താണ്. അന്ന് പുള്ളി പറഞ്ഞ എന്താന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ച് രക്ഷപ്പെടുകയും ചെയ്യും, ചിലപ്പോ ഈ വീട് മേടിക്കാനും സാധ്യത ഉണ്ടെന്ന്. അതേപോലെ സംഭവിച്ച. അതാണ് ഞാൻ പറഞ്ഞത് അച്ചട്ടാണെന്ന്. അളയോടെ എണീറ്റില്ലേ? എണീച്ചവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അവന്റെ മുഖം കാണുമ്പോഴേക്കും എന്റെ നെഞ്ചിടിപ്പൊക്കെ കൂടുക, സങ്കടമൊക്കെ വരുന്നു. ആ ഇവിടെ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താണ് ഒരു ഓവർ വിനയവും ബഹുമാനവും ഒക്കെ? ബഹുമാനത്തിനൊന്നും ആവശ്യമില്ല, ഇരി. സിധുവിനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കാം. അളവിലൊരു കട്ടൻ ചായ. എണീറ്റ് എന്താടാ എണീരളിയ സീറ്റിലോട്ടിരുന്ന്. എന്താ കാര്യം പറ നീ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആണിയൊക്കെ കാണും, ചിലപ്പോൾ കുത്തിക്കൊണ്ടാ പറയാൻ പറ്റില്ല. ചെറിയൊരു ആണി കുത്തി കയറിയാലും മതി. കട്ടൻ ചായ ഇപ്പൊ വരുവളി. അല്ലടാ, എനിക്ക് കാര്യം മനസ്സിലായില്ല. നീ എന്താ ഇങ്ങനെ എന്നെ സ്നേഹിക്കണേ? ലച്ചു എന്റെ അടുത്ത് കട്ടൻ ചായ വേണോ എന്തേലും കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ വല്ലാത്തൊരു സ്നേഹം? ഒന്നുമില്ല പ്രത്യേകിച്ച്. അളിയാ അളിയാ ഇന്ന് വൈകിട്ടെന്താ നിനക്ക് പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലേ. എനിക്കെന്നാ പരിപാടി ഉണ്ട്. വൈകിട്ട് എനിക്ക് കൊടുങ്ങല്ലൂര് വരെ ഒന്ന് പോണം. അതുകൊണ്ട് നീ ഇന്ന് ബൈക്ക് എടുക്കരുത്. അളിയ എവിടെ പോണെന്ന്? കൊടുങ്ങല്ലൂര്. അളിയൻ ബൈക്ക് ഓടിച്ച് കൊടുങ്ങല്ലൂര് വരെ പോണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ വഴിയിലാണെങ്കിൽ ഒടുക്കത്തെ തിക്കും തിരക്കും കുണ്ടും കുഴിയൊക്കെയാണ്. നീ ബൈക്ക് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടാ ഇത് എന്ത് കഷ്ടം നോക്കി. ഇങ്ങനെ പുറത്തോടെ പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ നിനക്ക് കൊടുങ്ങല്ലൂര് പോയേ പറ്റുള്ളൂ എങ്കിൽ ഇവനെയും കൂട്ടേക്കോ, ഇവന് വണ്ടി ഓടിച്ചോളൂ. ഞാൻ വരാളെ, ഞാൻ വണ്ടി ഓടിക്കാം. പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ അടുത്ത മാസം ഞാൻ ദുബായിക്ക് ഇവരെ ഞാൻ കൊണ്ടുപോകണായിരിക്കും അല്ലേ? ദുബായിക്ക് പോകുന്ന കാര്യല്ലേ, അത് നമുക്ക് അപ്പം ആലോചിക്കാം. ദുബായിക്ക് വിടണോ വേണ്ടത്? അളിയാ അളിയാ മൊത്തത്തില് കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. നമുക്കേ പടവലത്ത് പോയി അവിടുത്തെ ആറ്റിലേക്ക് ഒന്ന് ചാടി ചില്ല് ചെയ്താലോ? ആറ്റിലൊന്നും ചാടാൻ പറ്റൂല, ശരിയാവൂല. ആറ്റ ചാടാ, അതിനകത്ത് മൊത്തം നീർനായാണ്. നീർനായാണ്. നീർനായോ? നീർനായ എന്ത് ചെയ്യാനാ? നീർനായ പലതും ചെയ്യും, അതൊന്നും പറയാൻ പറ്റില്ല. കട്ടൻ ചായ. சித்து கட்டன் சாய நல்ல சூடா இருக்கு, பார்த்து ஊதி ஊதி குடி. അല്ല ആന്റി എന്തിനാ കരയുന്നേ? അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും சொல்லலப்பா. ഒന്നുമില്ല. ഈ കരയാൻ എനിക്ക് തോന്നുന്നു കണ്ണിൽ എന്തോ പൊടി പോയെന്ന്. മറ്റേ എന്തിനു കരയാണേ? തലക്കടിച്ച് കൊല്ലൂ നീ എന്നെ. ഇത് മറ്റേ തലയിൽ കയറിയാലും മതി. ഈടാ ഇവൻ എന്തോന്നത്? ഒന്നുമില്ല. സേതു ചായ കുടിച്ചോ? കുഴപ്പമൊന്നുമില്ല. ലജുസേ നീ മാറുന്നേ. ഇന്നെന്തോ കഴിക്കാനുള്ളത്? കഴിക്കാൻ ഉപ്പാവ് ഞാൻ ഇപ്പഴത്തോട്ട് വരാം. അല്ല ഇപ്പൊ വേണ്ട, ഞാൻ എന്തുവാ കഴിക്കാന്ന് മാത്രം ചോദിച്ചതേ ഉള്ളൂ. അത് കുഴപ്പമില്ലടേ, ഉപ്പാവില്ല കഴി. എനിക്ക് വിശക്കുന്നില്ലടാ. കുഴപ്പമില്ല കഴി. பார்த்து குடிப்பா. ചേച്ചി എടുത്ത് തന്നെ വരുന്നു. ലച്ചു എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ എന്തുവാ കഴിക്കാന്ന് മാത്രം നിന്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഇത് കഴിക്ക്. ഒരു 10 മണിയെങ്കിലും ആവട്ടെ എന്നിട്ട് കഴിക്കാന്ന്. വിശക്കുന്നില്ല. അത് കുഴപ്പമില്ല, ഇത് കഴിക്ക്. എടാ എനിക്ക് വിശപ്പില്ലടാ. വിശപ്പില്ലേ? അപ്പൊ ഡോക്ടറെ കാണിക്കണമല്ലോ. അല്ലളിയാ, അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, അളിയാ വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയത്തിന് ഫുഡ് കഴിക്കണം.
പിന്നെ അമിതാഹാരം പാടില്ല, എല്ലാവരും ലിമിറ്റിലേ കഴിക്കാൻ പാടുള്ളൂ. ആ വേറൊരു കാര്യം, കരിച്ചതും പൊരിച്ചതൊന്നും കൊടുക്കരുത്, കഴിക്കണ്ട, അതങ്ങ് ഒഴിവാക്കിയേക്കുക. ആ നാളെ തന്നെ പടവലത്ത് പോകണം. അവിടെ ആവുമ്പോൾ ജൈവ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് വരാം. ഇനി പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി. അമ്മമ്മ എന്നാ പറ്റി ഒരു കാര്യം ചെയ്യും, അവിടുത്തെ പുല്ലും കാടും ഒക്കെ കൂടെ എടുത്തോണ്ട് പോവാ, ഞാൻ എല്ലാം കൂടെ ഒന്ന് കഴിക്കാം. ചുമ്മാ സിദ്ധു ഇത് കഴിക്കേ, വേണ്ട ഞാൻ എന്നാ വാരിത്തരാം. ആരിത്തരാമോ? സാമ്പത്തികമായി ഗുണകരമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നേറ്റമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും. ശത്രുശല്യം കുറയാം. കേസുകളോ അതോ ഫോൺ വാങ്ങി? നീ എന്തോ കണ്ടോണ്ടിരിക്കുന്നത്? അത് ജ്യോതിഷ പരിപാടി, വേറൊന്നുമല്ല. നമ്മുടെ നാള് ഗ്രഹമൊക്കെ വെച്ചിട്ടേ നമ്മുടെ കറക്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കണ്ടോണ്ടിരുന്നു. നീ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. കാണാറില്ല, പക്ഷെ ഇപ്പൊ കാണാൻ എന്തോ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ മനുഷ്യരുടെ കാര്യം വലിയ കഷ്ടമല്ലേ. ഏത് നിമിഷം ആർക്ക് എന്താ സംഭവിക്കാന്ന് ഒരു പിടിയില്ല. എന്താ ഒന്നുമില്ല, ഇപ്പൊ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ ഇച്ചിരി കൂടുതലാ. ഈ നൂറ്റാണ്ടുകാലം മൊത്തം ജീവിക്കാന്ന് ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. എന്തിനാ ആവശ്യമില്ലാത്ത വിഷയത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്? ഈ മരണവും ജനനവും ഒക്കെ വലിയ സത്യങ്ങളല്ലേ. എന്താണ് രണ്ടിനോട് ആവശ്യമില്ലാത്ത ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? അറിയാ അടയോ ഇരിക്കടാ, കാര്യം പറയലേ. എടാ കുറച്ചു നേരം നിങ്ങളൊന്ന് കണ്ടോണ്ടൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അടുത്ത ജന്മത്തും ഈ കുടുംബത്തില് അളിയനായിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ആദ്യം ഈ ജന്മം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ച് തീർക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ജന്മത്തെ കുറിച്ച് ആലോചിക്കാം, അല്ലേ ചേച്ചി? അല്ലയാ അടയും ധൈര്യമായിട്ടിരി, മരിക്കണവരെ അളയന്റെ കൂടെ കാണും. എന്റെ മരണം വരിക എന്തോന്ന് സിദ്ധു ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഞാൻ ചോദിച്ചല്ലേ. ബോഡിക്ക് മൊത്തം പെയിനാണ് ഇപ്പം. ആശുപത്രി പോണോ? ആശുപത്രി പോകേണ്ട കാര്യമൊന്നും ഇല്ല, പിന്നെ കഴിച്ച കാലം ഒക്കെ വേദനയാ. കാലിന് വേദന ഉണ്ടോ? ഈ കാലൊരു പിടുത്തുണ്ടാ. ആളെയും കാല് നീട്ടി നീട്ടളയാ. എന്താടാ നീട്ട് പോണത്തോടെ അല്ലേ? ഇവിടാണോ? ഇവിടാണോ? ഇവിടെ ഉണ്ട്. ആ ഇവിടെ ഈ കാലം വേദനയുണ്ട്. എന്നാ നിങ്ങൾ ഞാൻ തിരുമ്പി തരാം. ആ കാല് കാണിക്ക്, കാല് കാണിക്ക്. നീക്കളിയാ. ഇത്രയും പോകുന്നത് ഈ കാലിന് ഇച്ചിരി കൂടെ പ്രഷർ വേണം. പ്രഷർ വേണോ? ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പങ്ങൾ ഇപ്പൊ ഇല്ല. നെഞ്ചരിച്ചില്ല? ഓക്കെ മതി 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 മതി, കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല കുഴപ്പമില്ല. മതി കുഴപ്പമില്ലേ? അല്ല മതി. ഇതെങ്ങനെ നോക്കണേ? ഇതെന്താണ് മരണം കാണാമെന്ന് നിൽക്കണ പോലെ നിൽക്കണേ? അളിയാ എന്ത് വർത്താനോ ഇത്? മുമ്മ ഇവിടെ ഒരാളെ ഈ നാളിനെ കുറിച്ച് ഫോണില് വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നാളെ നിങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊന്ന് പോണം. എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത ദാഹം, എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നുക. മക്കൾക്ക് എന്താ കുടിക്കാൻ വേണ്ടുന്നേ? ജ്യൂസ് കിട്ടിയാൽ കൊള്ളായിരുന്നു. കനകം ജ്യൂസ് താനേ ഇപ്പവേ കൊണ്ടുതരാം. ആന്റിയുടെ സ്പെഷ്യല്. കാൽവേദന മാറിയോ? ഞാൻ തിരുമ്പി തന്നോ? എന്നാ തിരുമിക്കും. അല്ലെ നീ തിരുപ്പന്നോടാ? അല്ലല്ല നീ തിരുപ്പണ്ട, വെച്ച് തിരുപ്പണ്ട. അല്ലെ ചൂട് വല്ല എടുക്കണുണ്ടോ? ചൂട് ഇല്ല, ഓക്കെയാ ക്ലൈമറ്റ്. ഓക്കെയാണോ? നിലവിൽ ഓക്കെയാ. ഇത്ര ഇവിടുത്തെ ജ്യൂസ് എടുത്താ? ஆமாப்பா, நீ எப்ப ஜூஸ் கேட்டாலும் குடுக்கறதுக்கு எல்லா ஜூஸுமே நான் ஃப்ரிட்ஜில் அடிச்சு வச்சிருக்கேன். എന്തേ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തുവാ? എനിക്ക് നല്ല എരിവുള്ളതൊക്കെ കഴിക്കാൻ തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. നല്ല ചിക്കൻ പൊരിച്ചുണ്ടാക്കിയാലോ? അയ്യോ പക്ഷെ അതില് ഒരുപാട് എണ്ണയും വറവുരിയൊക്കെ സിദ്ധുമോനൊരു ആഗ്രഹം പറഞ്ഞല്ലയോ, അതങ്ങ് സാധിച്ചു കൊടുക്കുക.
ആയിക്കോട്ടെ, ആ ചിക്കൻ ഫ്രൈ മേടിച്ചു തരാം. അല്ല എന്താ കണ്ണ് നടന്നിരിക്കുന്നത്? അത് കണ്ണെന്തോ പോയതാ. എന്നാ കണ്ണ് തുടച്ചിട്ട് ചെയ്യും. അളിയ എന്റെ തലയ്ക്ക് ചെറിയൊരു പെരുപ്പ് എന്ന് പറഞ്ഞപ്പോ തന്നെ ലച്ചു മസാജ് ചെയ്ത് തുടങ്ങി. എന്താന്ന് അറിയത്തില്ല. സാധാരണ ഒന്ന് മസാജ് ചെയ്താന്ന് പറഞ്ഞ് പുറകെ നടന്നാ പോലും ചെയ്യാത്ത ആളാ ഇപ്പൊ ഇരുന്ന് ചെയ്യുന്നു. ചേച്ചി കൈക്ക് വേദന എടുക്കണുണ്ടോ? വേണേ ഞാൻ ചെയ്യാം. ലച്ചുന് വേദന ഉണ്ടോ? അവള് ചെയ്തോളൂ. അളിയാ ആ അളിയാ അളിയന് പൊറോട്ടയും ചിക്കനും, 7 പൊറോട്ടയും ചിക്കൻ ഫ്രൈ എനിക്ക് വേണ്ടി നീ വാങ്ങിയോ? തന്നെ അളിയാ. ചേച്ചി കാശ് തന്നു. ഇവളോ? പിന്നെ എന്റെ അളി ഒരു ആഗ്രഹം പറഞ്ഞ സഹായിച്ചു തരാതിരിക്കാൻ പറ്റൂ? എന്റെ ആളാ നിന്നെ കൊണ്ട് തോറ്റു. നീ ഞെട്ടിച്ചേട്ടാ. അതെ പ്ലേറ്റ് വേണ്ടേ? ആ പ്ലേറ്റ് വേണം. അമ്മൂമ്മ കനാന്റെ ഏതാണ്ട് പൊറോട്ടയും ചിക്കനും എത്തി. പ്ലേറ്റും വെള്ളം എടുത്തോ. എല്ലാം പെട്ടെന്ന് പട്ടപ്പട്ടായി. ഞാൻ അയച്ചു തരല്ലേ. പ്ലേറ്റ് വെച്ചോ. അളിയാ അളിയ എന്റെ തലയിലെ പെരുപ്പൊക്കെ മാറിയോ? പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വന്നപ്പോ മാറി. അളിയോ ഓടാ. സെറ്റ് ചിക്കൻ ഫ്രൈ ആണല്ലോ. സെറ്റ് പൊറോട്ടയാണ്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഇനി എത്ര നാൾ അനുഭവിക്കാൻ പറ്റുമോ എന്തോ. ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലാത്തൊന്നും പറയരുതെന്ന്. മര്യാദയ്ക്ക് അത് കഴിച്ചാൽ എങ്ങനെയല്ലേ? കൊള്ളാം. കറക്റ്റാ. നിങ്ങളെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കാര്യം പറയാൻ തോന്നുവാ. ഇപ്പൊ എന്താണ് ചിക്കൻ ഓക്കെയാണ്, എനിക്ക് മട്ടൻ കഴിക്കാൻ തോന്നുടാ. മട്ടൻ ഇന്നൊക്കെ വേണുമാ സിദ്ധു? ഇന്നേക്ക് വേണ്ട, ഇന്നേക്ക് ഇതുണ്ടല്ലോ. നമുക്ക് നാളെ அப்படின்னா ஒன்று செய்யலாம். நாளைக்கே நம்ம மட்டன் வாங்கலாமா? என்னட்டு நானே உனக்கு என் கையாலே குக் பண்ணி கொடுக்குறேன். நீ முழுசா அதை சாப்பிடணும் സിദ്ധു. മുഴുസായോ? ஆமா ഞാൻ ഒറ്റയ്ക്ക് മൊത്തോ? ஆமா. ഇപ്പൊ മോൻ അത് കഴിക്കേ. തൽക്കാലം കഴിക്കാം. അല്ലെ ഇനി ചൂടുവെള്ളം പച്ചവെള്ളം അങ്ങനത്തെ വല്ലതും വേണോ അളിയാ? വേണ്ട, ഒന്നും വേണ്ട. ആ മാത്രം പോരെ? സിദ്ധു, നാളെ രാവിലെ നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണേ. അതുകൊണ്ട് നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കരുത്, വെറും വയറ്റിൽ വേണം. അളിയോ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം കേട്ടാ. നടത്തിക്കളയാം. എന്താണല്ലോ ഇതെനിക്ക് ഗുണമുള്ള കേസാണല്ലോ. പക്ഷെ പൈസ ആരാ മുടക്കുക? അത് ഞാൻ മുടക്കിക്കോളാം. അമ്മയോ? ശരിയും ശരിക്കും നിങ്ങളൊക്കെ കൂടെ എനിക്ക് വേണ്ടി എത്ര രൂപ ഇങ്ങനെ മുടക്കുന്നത്? എന്റെ മോൻ ഇവിടെ മുന്നും പിന്നും നോക്കാതെ എന്തുമാത്രം കാശാ ചെലവാക്കുന്നേ. അമ്മമ്മയുടെ ഓരോ കാര്യം. അളിയാ അളിയാ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് ബൈക്കില് മൊത്തത്തിൽ ഒന്ന് ചുറ്റണോടാ. അളിയാ ഇത് കഴിഞ്ഞിട്ട് അളിയനെ നമ്മള് എവിടൊക്കെ പോകും? നമ്മള് മറൈൻ ഡ്രൈവിലും അവിടെ ഇവിടെ അപ്പുറത്തെ ബീച്ചില് ഈ ബീച്ചില് ആ ബീച്ചിലെല്ലാം നമ്മള് പോകും. അളിയൻ കൂടി இதுவா? അളിയൻ കഴിയളിയ. എന്തിനാടാ നീ കരയണേ? കരഞ്ഞില്ലളിയാ, ഞാൻ ഈ കണ്ണില് പൊടി. ഇന്ന് എല്ലാവരുടെയും കണ്ണിലും പൊടി പോകുന്നുണ്ടല്ലോ. ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഫുള്ള് പൊടിയാ. എന്റെ കണ്ണിൽ പോകുന്നില്ല. ഇല്ലേ? ഇല്ല. കണ്ണു ഉടക്കണ. ഓ ഫോൺ നോക്കിയിരിക്കുവായിരുന്നോ? ഇനിയിപ്പോ ഫോൺ നോക്കുന്നില്ല, ലച്ചൂസിനെ തന്നെ നോക്കിയിരിക്കാം. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഫോൺ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ലച്ചൂസേ, ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാൻ നാട്ടിൽ വന്ന ശേഷമേ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ എന്റെ അടുത്ത് ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ?
അതിനിപ്പോ എന്താ, സിദ്ധു പോയിക്കോ, ഒരു പ്രശ്നമില്ല. ശരിക്കും ആ ശരിക്കും. പക്ഷെ 2-3 കണ്ടീഷനുണ്ട്. പറഞ്ഞോ. വണ്ടി ഓടിക്കാൻ പാടില്ല, വെള്ളത്തിൽ ചാടാൻ പാടില്ല, പിന്നെ ഈ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോരുത്, പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പാടില്ല. ആ വെയിലുള്ളാനും പാടില്ല. പിന്നെ എന്താ തേങ്ങച്ചാ പോണേ? പോണ്ട കാര്യമുണ്ടോ? சித்து உனக்கு நான் டீ எடுக்கட்டா? ആ ഒരു ടീ. ஸ்ட்ராங்கா வேணுமா லைட்டா வேணுமா? സ്ട്രോങ്. സ്ട്രോങ് വേണോ? സ്ട്രോങ്ങിന് എന്താ കുഴപ്പം? സ്ട്രോങ്ങിന് കുഴപ്പമൊന്നുമില്ല. സിദ്ധുവിന് അതാ ഇഷ്ടമെങ്കിൽ ആന്റി സ്ട്രോങ് ടീ. ആന്റി, കൂട്ടത്തിൽ കടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. பக்கோடா எடுக்கட்டா? ഓക്കേ. சித்து நான் ஒரு விஷயம் உங்ககிட்ட கேட்கட்டா? ഓ, உனக்கு கடைசியா ஏதா ஆசை இருக்கா? ആന്റി இல்லடா, சாப்பிடுறதுக்கு ஏதா ஆசை இருக்கா அதான் கேட்டேன். ആന്റി ഇപ്പൊ പോയിട്ട് ആ ടീ എടുത്തോണ്ട് വാ. അളയാ, ആ, അളയൻ ടൂർ പോകണമെന്ന് പറഞ്ഞില്ലേ? ഓ, അളയൻ ഒറ്റയ്ക്ക് പോകണ്ട, അളയന്റെ കൂടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാനും കൂടെ വരാം. നീ വരണ്ടാ. നീ വന്നു കഴിഞ്ഞാൽ വെറുതെ ചെലവുകൾ കൂടും. അയ്യോ അത് കുഴപ്പമില്ല, പ്രൊട്ടക്ഷന് വേണ്ടിട്ടല്ല, അവൻ കൂടെ വന്നോട്ടെ, അതിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം. എടുക്കോ? അങ്ങനെയാണെങ്കിൽ വേണം. മോനെ, നാളെയോ മറ്റന്നാളോ ലച്ചുനെയും കുട്ടിയെ അച്ഛനെയും അമ്മയും പോയി ഒന്ന് കാണണേ. പറ്റുമെങ്കിൽ 2-3 ദിവസം അവിടെ നിൽക്ക്. ഓ, പിന്നെ അത് കഴിഞ്ഞിട്ടേ നമുക്കെല്ലാവർക്കും കൂടെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോണം. ഏതമ്പലത്തില്? 9 നവഗ്രഹ ക്ഷേത്രമുണ്ട്, തഞ്ചാവൂരും കുംഭകോണത്തും. സിദ്ധുവിനെ കൊണ്ടുപോയി എല്ലായിടും ഒന്ന് തൊഴിയിപ്പിക്കണം. എന്നെയോ? അപ്പം നിങ്ങളാരും വരുന്നില്ലേ? അല്ല, നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം വഴിപാട് നേർന്നിട്ടുണ്ട്. മഹാമൃത്യുഞ്ജയ ഹോമം, ശത്രു സംഹാരാർച്ചന, ഭസ്മാഭിഷേകം, നെയ്വിളക്ക്. പിന്നെ അത് കൂടാതെ സിദ്ധുമോന് വേണ്ടി കേശുമോനെ കൊണ്ട് 101 ശയനപ്രദക്ഷിണം. എന്താ എത്ര? 101. ഞാനാ? അതൊന്നും ചെയ്യണ്ട, 2-3 ദിവസമായിട്ട് ചെയ്താൽ മതി. മോന് വേണ്ടിയല്ലയോ മക്കളെ ചെയ്യണേടാ. അതുപോലെ തന്നെ ഞാനും ഒരെണ്ണം നേർന്നിട്ടുണ്ട്. എന്തു മക്കളെ? സിദ്ധുവിന് വേണ്ടിട്ടേ ഇവൻ കുരിശ് ചുമന്ന് മലയാറ്റൂര് മല കയറാവുന്ന. അതെനിക്ക് വേണ്ടിട്ടാ? അങ്ങനെയാണെങ്കിൽ വേളാങ്കണ്ണിയിൽ മുട്ടൻ എന്ന് വന്നൊരു പരിപാടിയില്ലേ? മുട്ടിലഴിഞ്ഞു ആ, അഴിഞ്ഞു പോകുന്നത്. അതും കൂടെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ, ഇതിപ്പോ ജോത്സ്യര് പറഞ്ഞ ആയുസിന്റെ പ്രശ്നം അളിയനാണോ അതെനിക്കാണോ? എന്നാ പിന്നെ അളിയന് വേണ്ടി ഒരു ഗരുഡം തൂക്കം കൂടെ ആവാ എന്റെ വക. അത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഭവാനിയമ്മേ, ഭവാനിയമ്മേ. ജയദേവനല്ലയോ? അതെ അതെ അതെ. കൊച്ചുകൃഷ്ണൻ ജോത്സ്യന്റെ കയ്യാളാ. എന്തായിരുന്നു വിശേഷിച്ച്? അതെ, ജോത്സ്യനൊരു കയ്യബദ്ധം പറ്റി. അയ്യോ, എന്തു പറ്റി? അത് ജോത്സ്യന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. എന്താ? കഴിഞ്ഞ ദിവസേ കുറെ ജാതകങ്ങൾ നോക്കാനായിട്ട് ഭവാനിയമ്മ കൊണ്ടേ തന്നില്ലാഞ്ഞോ? ആ കൂട്ടത്തിലേ അവിടെ വേറെ കുറെ ജാതകം കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സിദ്ധാർത്ഥന്റെ ജാതകാനർത്ഥം നോക്കിയതേ മൂവാറ്റുള്ള ഒരു സിദ്ധാർത്ഥന്റെ ജാതകമായിപ്പോയി. ഇതാണ് ഇവിടുത്തെ കുട്ടിയുടെ ജാതകം. നോക്കിയായിരുന്നു, ഒരു കുഴപ്പമില്ല, ദീർഘായുസുണ്ട്. മൂവാറ്റുപുഴ സിദ്ധാർത്ഥന്റെ ജാതകം ഭവാനിയമ്മയുടെ പെട്ടുപോയി. അതിങ്ങ് തന്നായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ഇപ്പൊ കൊണ്ടുതരാം. ചേട്ടോ, ഒന്ന് ഫോൺ വിളിച്ച് പറയായിരുന്നു, അതാകുമ്പോ നമ്മൾ ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കില്ലായിരുന്നു. അല്ല, നേരിട്ട് പറയണമെന്ന് ജോലിസർ പറഞ്ഞായിരുന്നേ, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ലായിരുന്നു നല്ലായിരുന്നു നല്ലായിരുന്നു. ചേട്ടോ, ഈ മൂവാറ്റുപുഴ സിദ്ധാർത്ഥിനെ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 93. സിദ്ധുവിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലല്ലോ അല്ലേ? എനിക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലായായിരുന്നു. രാവിലെ നിങ്ങൾ അടുക്കളയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. പിന്നെ ഒരു രസമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ മുറിയിൽ ഇരിക്കായിരുന്നു. പിന്നെ ലച്ചു, എനിക്ക് നടുവിനൊരു പിടുത്തം, ഒന്ന് മസാജ് ചെയ്ത് തരാമോ? ചെയ്യില്ലല്ലേ? പിന്നെ അളിയാ, 101 ശൈനപ്രദക്ഷിണം അമ്മൂമ്മ നേർന്നില്ലായിരുന്നോ? അത് നടത്താതിരിക്കണ്ട, അമ്മൂമ്മ നേർന്നതല്ലേ.
ഉമ്മ താങ്ക് യു നന്ദിയുണ്ടേ